ക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം ക്രൂശ് സന്തോഷത്തോടെ ചുമക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു. ഏതാനും വാക്യങ്ങളിലൂടെ നമുക്കിത് ഒന്നുകൂടി ഉറപ്പിക്കാം. നമുക്ക് യോശുവ അധ്യായം 6 തിരിയാം. ദൈവവചനത്തിൻ കീഴിൽ സകലവും നിവൃത്തിയാക്കപ്പെട്ടു എന്ന് യോശുവ അധ്യായം 6 നമുക്ക് ഉറപ്പിക്കാം. യോശുവ അധ്യായം 6 വാക്യം 1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ യെരീഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്: ഞാൻ യെരീഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടിയൂതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണമതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ആ കാലത്ത് ഇസ്രായേല്യർക്ക് കീഴടക്കാൻ അസാധ്യമെന്ന് തോന്നിയ ഒരു വലിയ കോട്ട കെട്ടിയ നഗരമായിരുന്നു യെരീഹോ. മാത്രമല്ല, ആ നഗരത്തിൽ വസിച്ചിരുന്ന നിവാസികൾ മല്ലന്മാരായിരുന്നു. അവരെ അപേക്ഷിച്ച് ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ്. അവരുടെ ശാരീരിക രൂപം വളരെ വ്യത്യസ്തമായിരുന്നതിനാൽ ഇസ്രായേല്യർ ഇപ്രകാരമാണ് അതിനെ വിശേഷിപ്പിച്ചത്: പഴയകാലത്ത് യുദ്ധങ്ങളിൽ നിങ്ങൾ ശക്തരാണെങ്കിൽ വിജയിക്കാൻ 80 മുതൽ 90% വരെ സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ ശക്തിയുടെ കാര്യത്തിൽ ഇസ്രായേല്യർ ഇതിനകം തന്നെ പിന്നിലായിരുന്നു. കൂടാതെ ആ നഗരം ഒരു വലിയ കോട്ടയുമായിരുന്നു. ഇസ്രായേല്യരെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും ദൈവം പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട. ദിവസത്തിൽ 1 പ്രാവശ്യം പട്ടണം ചുറ്റി നടക്കുക. പട്ടണത്തെ ആക്രമിക്കാതെ അതിനു ചുറ്റും നടക്കാൻ മാത്രം ദൈവം അവരോട് പറഞ്ഞു. ഭൂമി ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് സകലവും അവിടുത്തെ വചനപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അവർ ദിവസവും 1 പ്രാവശ്യം പട്ടണം ചുറ്റുകയും 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി ആർപ്പു വിളിച്ചപ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീണു. ദൈവം പറയുന്നതുപോലെ തന്നെയാണ് സകലവും സംഭവിക്കുന്നത്. ദൈവവചനപ്രകാരം സകലവും നിറവേറപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ തത്വം അറിയുമ്പോൾ മാത്രമേ ദൈവവചനമാകുന്ന സത്യത്തിൽ നമുക്ക് സന്തോഷവും ആനന്ദവും സ്വർഗപ്രത്യാശയും കണ്ടെത്താൻ കഴിയൂ. സുവിശേഷം ഒരിക്കലും ചില മികച്ച തന്ത്രജ്ഞരുടെ ജ്ഞാനവും അറിവും കൊണ്ട് നിവൃത്തിയാകുന്ന ഒന്നല്ല. വായു, ജലം, സൂര്യപ്രകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലവും ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂഗ്രഹം ദൈവവചനത്തിനായി ഏറ്റവും അനുയോജ്യമാക്കപ്പെട്ടതാണ്. അതിനാൽ നാം ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയാൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു തുടങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സാത്താൻ നമ്മെ നിരന്തരം പ്രലോഭിക്കുന്നു. സാത്താൻ ലോകജനതയെ പ്രലോഭിപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നാം ജീവിക്കുന്ന ഈ ഭൂമി ദൈവവചനത്താൽ ഏറ്റവും അനുയോജ്യമാക്കപ്പെട്ട ഒരു ലോകമാണെന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എവിടെയും നാം കാണുന്നത് യോശുവ യുദ്ധത്തിന് പോയത് കുന്തമോ വാളോ കൊണ്ടല്ല, മറിച്ച് ദൈവവചനം കൊണ്ടാണ് എന്നാണ്. ആ യുദ്ധത്തിൽ അതിശയകരമായ ഒരു ഫലം വന്നില്ലേ? അവരുടെ എതിരാളിക്ക് അപാരമായ സൈന്യബലമുണ്ടായിരുന്നു. ഇസ്രായേല്യർക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമായിരുന്നില്ല അത്. എന്നിരുന്നാലും ദൈവം അവർക്ക് എളുപ്പത്തിൽ വിജയം നേടിക്കൊടുത്തു. കാരണം ദൈവവചനത്താൽ ഏറ്റവും അനുയോജ്യമാക്കപ്പെട്ട രീതി ഉപയോഗിച്ചാണ് അവർ യുദ്ധം ചെയ്തത്. ഇക്കാരണത്താൽ അധർമ്മം പ്രവർത്തിക്കുന്നവരോട് യേശു എന്താണ് പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുക എന്നാൽ ദൈവത്തിന്റെ തികവുറ്റ വചനങ്ങൾ ലംഘിക്കുകയും അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുക എന്നല്ലേ അർത്ഥമാക്കുന്നത്? അവർ പറയും, കർത്താവേ, കർത്താവേ,
ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? അങ്ങ് ഞങ്ങളെ അറിയുന്നില്ലയോ? അപ്പോൾ യേശു അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്റെ വചനം അനുസരിക്കാത്തവരെ, എന്നെ വിട്ടുപോകുവിൻ. ഇതിനു പുറമെ വെളിപ്പാട് അധ്യായം 22 വാക്യം 18 അവിടുന്ന് നമ്മോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഈ വചനങ്ങളോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ലോകം ദൈവവചനത്താൽ തികവുറ്റതാക്കപ്പെട്ടിരിക്കുന്നതിനാൽ നാം ദൈവവചനത്തോട് എന്തെങ്കിലും ചേർക്കുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്താൽ ആ നിമിഷം മുതൽ നമ്മുടെ സന്തോഷവും ആനന്ദവും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ എപ്പോഴും എന്റെ വചനങ്ങൾ അനുസരിക്കണം, എന്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുന്നില്ലെങ്കിലും പിന്നീട് നിങ്ങൾ എല്ലാം മനസ്സിലാക്കും. സഹോദരീ സഹോദരന്മാരെ, ഇതുകൊണ്ടാണ് സ്വർഗീയ പിതാവും മാതാവും ഈ ഭൂമിയിലേക്ക് വരികയും നഷ്ടപ്പെട്ടുപോയ പുതിയ നിയമത്തിന്റെ സത്യം പുനഃസ്ഥാപിക്കുകയും ദൈവവചനമനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തത്. ഇതോടെ ഞാൻ എന്റെ ഉപദേശം ഉപസംഹരിക്കുന്നു. വളരെ നന്ദി.